നമസ്കാരം. ഇന്ന് വളരെ വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യാൻ പോണത്. ജനാധിപത്യം എന്നുള്ളതാണ്. അപ്പം എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് വിലയിരുത്താമോ എന്നുള്ളതായിരുന്നു. അങ്ങനെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വിലയിരുത്തണമെങ്കിൽ ആദ്യം ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ജനങ്ങളെ ഭരിക്കുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡെഫിനിഷൻ. പക്ഷെ ഞാൻ പറയുന്നു, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ജനങ്ങളെ ഭരിക്കുന്നതിന് ജനാധിപത്യം എന്ന വാക്ക് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അതിന് കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമ്മളെ ഭരിക്കേണ്ട ആവശ്യമില്ല ജനാധിപത്യത്തിൽ. നമുക്ക് സേവനം ചെയ്യുന്ന ഒരുപറ്റം ആളുകളെയാണ് നമുക്ക് ആവശ്യം. അതും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഒരുപറ്റം ആളുകളെ നമ്മുടെ നേതാക്കന്മാരായിട്ട് വരുന്നിടത്താണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥമായ അന്തസത്ത ഉൾക്കൊള്ളുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അപ്പോൾ ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ജനാധിപത്യമല്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ കുറച്ച് എലമെന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. നമുക്ക് യഥാർത്ഥ ജനാധിപത്യം ഇതുവരെയും അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അത് സത്യമാണ്. കാരണം നമുക്ക് ഭരിക്കപ്പെടാൻ നമുക്ക് ആളെ ആവശ്യമില്ല. നമ്മൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് നമുക്കിടയിൽ നിന്ന് ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മുടെ നേതാക്കന്മാരായി, നമ്മുടെ മന്ത്രിമാരായി, മുഖ്യമന്ത്രിയായി, പ്രധാനമന്ത്രിയായി ആളുകൾ വരുമ്പോൾ ഇവരെല്ലാവരും നമ്മളെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ എന്തിനാണ് ഭരിക്കുന്നത്? ഇവിടെ നമ്മുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങളെ കണ്ടെത്തി ആ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പരിഹരിക്കാൻ ഉതകുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള അല്ലെങ്കിൽ സേവന തൽപരതയുള്ള, രാഷ്ട്രീയവും വിട്ടേക്ക്, സേവന തൽപരതയുള്ള ഒരുപറ്റം ആളുകളെയാണ് നമുക്ക് ആവശ്യം.